ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ചില നക്ഷത്ര ജാതകർക്ക് ശനി വക്രത്തിലേക്ക് പോകുന്നതിനാൽ അപ്രതീക്ഷിത ധന നേട്ടവും ഭാഗ്യയോഗവും വന്നു ചേരും. ഈ അപൂർവ ധനഭാഗ്യയോഗം അപ്രതീക്ഷിതമായി ധനം കുമിഞ്ഞു കൂടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് യോഗം വന്നു ചേരുന്നു. അതായത് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ നക്ഷത്ര ജാതകരുടെ ധനഭാഗ്യം വന്നു ചേരുക. നാം പൊതുവെ പറയാറുണ്ട് ശനി ദശ എന്ന്. ശനി എപ്പോഴും ദോഷം നൽകുന്ന ഒന്നല്ല, നല്ലത് നൽകുന്ന ഫലവുമുണ്ട്. അതായത് ശനി വക്രത്തിലേക്ക് പോകുന്നത് മൂലം ഈ നക്ഷത്ര ജാതകർക്ക് ശിവകോടീശ്വര യോഗം വന്നു ചേരും. 15 നക്ഷത്ര ജാതകർക്കാണ് ഈ കോടീശ്വര യോഗം വന്നു ചേരുക. ഇടവ രാശിയിൽ ജനിച്ച കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരാണ് ആദ്യം. ഇവർക്ക് കോടീശ്വര ഭാഗ്യമുണ്ടെന്ന് തന്നെ പറയാം. നിങ്ങൾക്കുണ്ടായിരുന്ന കടബാധ്യതകളെല്ലാം തീർത്തെടുക്കുവാൻ സാധിക്കും. വലിയ രീതിയിലുള്ള സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് ഇത്. ശനീശ്വരൻ നൽകുന്ന സമ്പത്തായതുകൊണ്ട് ഇത് നശിപ്പിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഉയർച്ചയുടെ പടവുകൾ പതിയെ പതിയെ താണ്ടുവാനുള്ള ഫലമാണ്. പ്രവർത്തന വിജയം, എവിടെയും മാന്യത, പ്രശസ്തി, ശത്രുഹാനി, തൊഴിൽ നേട്ടം, ഉയർന്ന സ്ഥാനമാനങ്ങൾ, കുടുംബം, ഭാര്യ, പുത്രസുഖം എന്നിവ ലഭിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ച മേഖലയിൽ വിദേശത്ത് ഉപരിപഠന സാധ്യത, അതുമല്ലെങ്കിൽ സർക്കാർ ജോലി, ഇവയ്ക്കുള്ള വഴി തെളിയുന്നതാണ്. വളരെ കാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന രോഗങ്ങളെല്ലാം മാറി ആരോഗ്യം വളരെയധികം വർദ്ധിക്കും. മാനസികമായ സമ്മർദ്ദങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ബന്ധുജനങ്ങളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നോ സാമ്പത്തികമായി മാനസികമായുള്ള പിന്തുണ ലഭിക്കുന്നതാണ്. അലങ്കാര വസ്തുക്കളോ ആടയാഭരണ ലബ്ധിയോ വന്നു ചേരും. ഇവയെല്ലാം അടുത്ത 2.5 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് തുലാക്കൂറിൽ ജനിച്ച ചിത്തിര, ചോതി, വിശാഖം, ആദ്യപാദം നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് ശനിയുടെ അനുഗ്രഹം വളരെയധികം തേടിയെത്തും. നിങ്ങൾക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും വളരെയധികം ഉയർച്ചയാണ് ഇനി വന്നു ചേരുക. എല്ലാ രീതിയിലുമുള്ള ആഗ്രഹ സാഫല്യമുണ്ടാകും. ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. പുതിയ സംരംഭങ്ങൾക്ക് മികച്ച സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം മെച്ചപ്പെട്ട ദിവസങ്ങളായിരിക്കും വന്നു ചേരുക. വിദ്യാർത്ഥികളായ ആളുകൾക്ക് നല്ല അനുഭവ യോഗമുണ്ടാകും. നേതൃത്വ പദവികൾ ലഭിക്കുന്നതാണ്. അനുയോജ്യമായ ജീവിത അനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. വളരെയധികം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന മാസമാണ്. പലരും സ്വപ്നം കണ്ട വിദേശവാസം, അതുമല്ലെങ്കിൽ തൊഴിൽ എന്നിവ നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നതാണ്. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ കുടുംബസമേതമോ സഹപാഠികളോടൊപ്പമോ സന്ദർശിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. വ്യാപാരം, അതുമല്ലെങ്കിൽ ബിസിനസ് എന്നിവയിൽ കൂടി വളരെയധികം ധനലാഭമുണ്ടാകും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചിട്ടി, നറുക്കെടുപ്പ്, ലോട്ടറി എന്നിവയിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുള്ള സമയം കൂടിയാണ്. ഭക്ഷണസുഖം, ജോലിയിൽ സ്ഥാനക്കയറ്റം, കുടുംബസുഖം ഒക്കെ നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നതാണ്. അടുത്തത് വൃശ്ചിക രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ശനി അനുഗ്രഹ വർഷം ചൊരിയുന്നതാണ്. ഇവർക്ക് ബന്ധങ്ങളിൽ നല്ല അനുഭവമുണ്ടാകും. തൊഴിൽപരമായി ഉയർച്ചയുടെ കാലമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം തിരികെ കിട്ടും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകൾ ഒട്ടാകെ മാറുന്നതാണ്.
സൽസന്താന ഭാഗ്യമുണ്ടാകും. പുണ്യക്ഷേത്ര ദർശനത്തിനുള്ള ഭാഗ്യമുണ്ട്. വസ്തു തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. സമൂഹത്തിലെ ഉന്നത ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ കഴിയുന്നതാണ്. പരീക്ഷയിൽ ഉന്നത വിജയമുണ്ടാകും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കെല്ലാ രീതിയിലും വന്നുചേരും. അതായത് കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും പൊതുവിൽ മാറ്റമുണ്ടാകുന്ന സമയം തന്നെ. തൊഴിൽ, താമസ സ്ഥലം, ഭക്ഷണം, ജീവിത സുഖ സൗകര്യങ്ങൾ എന്നിവയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് അത്ഭുതപൂർവമായ രീതിയിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരോടൊപ്പം പെരുമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധയും പരിഗണനയും നൽകിയാൽ വരാൻ പോകുന്ന നേട്ടങ്ങളെല്ലാം കൂടുതൽ ഗുണാനുഭവത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിത്തരുന്നതാണ്. കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. തൊഴിൽ ഇടത്തിൽ അപ്രതീക്ഷിത സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും പ്രതീക്ഷിക്കാം. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കർഹമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് കർക്കിടക രാശിയിൽപ്പെട്ട പുണർതം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരാണ്. ഈ നാളുകാർ സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി രക്ഷിതാക്കൾ തീരുമാനിച്ച വിവാഹത്തിലേക്ക് അനുകൂലമാകും. പങ്കാളിയുടെ ആശയങ്ങൾക്ക് കൂട്ടായി നിൽക്കുന്നതാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാ രീതിയിലും സഹകരിക്കും. പുതിയ ഗൃഹത്തിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ ഇടയാകും. അവസരങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന സമയമാണ്. പുത്രപൗത്രാദികളോടൊപ്പം വിദേശവാസം സാധ്യമാകും. കർമ്മ മേഖലയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതായത് കലാ കായിക രംഗത്തുള്ള ആളുകൾക്ക് വളരെയധികം ഉയർച്ചയുടെ കാലമാണ്. സർക്കാർ, അർദ്ധ സർക്കാർ ജോലികളിലിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. രോഗങ്ങളെല്ലാം മാറി ശരീരശോഭയും ചൈതന്യവും വർദ്ധിക്കും. പല സന്ദർഭങ്ങളിലും ഈശ്വര സ്വാധീനം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. ശത്രുക്കളുടെ മേൽ അപ്രതീക്ഷിത വിജയമുണ്ടാകും. സൽഭാര്യ, ഭർതൃലബ്ധി, സന്താന സൗഭാഗ്യം ഇവയുണ്ടാകും. കോടതിയിൽ വ്യവഹാരത്തിലുണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ അനുകൂലമായ വിധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആഭരണ ലബ്ധി, ജീവിത സുഖ സൗകര്യ വർധനവ്, നവീന ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാനുള്ള യോഗം, പരോപകാര താല്പര്യം എന്നിവ വർദ്ധിക്കുന്നതാണ്. വിദേശ ജോലി ലഭിക്കുകയും അതുവഴി സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് അത്യപൂർവമായ രാജയോഗം വന്നു ചേരും. 41 മുതൽ 61 ദിവസത്തിനുള്ളിൽ സഹസ്ര കോടീശ്വര യോഗം വരും. ഇവർക്ക് സൗഭാഗ്യത്തിൻ്റെ കാലം തന്നെയാണ്. തൊഴിൽ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ വിദേശ യാത്രാശ്രമം വിജയം കാണുന്നതാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം മികവുണ്ടാകും. രോഗാദി ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകുന്നതാണ്. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. നിങ്ങൾ പല വട്ടം ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ്. പണം പല വഴി വന്നു ചേരും. നിങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. ലോണുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ തൊഴിലാളികൾക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ശത്രുഹാനി, വ്യവഹാരങ്ങളിൽ വിജയം, കീർത്തി, ഭക്ഷണസുഖം, സൽസന്താന ഭാഗ്യം, പുതുവസ്ത്രലബ്ധി, അധികാരപ്രാപ്തിയുള്ള തൊഴിൽ എന്നിവ ലഭിക്കുന്നതാണ്. കലാകാരന്മാരായ ആളുകൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയോ അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കുകയോ ചെയ്യും. വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതപൂർവം രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്.
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഗ്നിയും ആയുധവും മൂലം ദോഷങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത വളരെയധികം പാലിക്കുന്നത് ഗുണകരമായി തീരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.